നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. കഴിഞ്ഞ എപ്പിസോഡിൽ കമൽഹാസൻ്റെ ഒന്നാം ഭാഗം പറഞ്ഞപ്പോൾ കമൽഹാസൻ സുരാസുവിനെ കുറിച്ച് പറയുന്ന ഒരു വിഷയമുള്ളതുകൊണ്ട് ഞാൻ സുരാസുവിനെ പറ്റി നിങ്ങളോട് ആമുഖമായിട്ട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അനന്തരവൻ കെ പ്രദീപ് എന്ന് പറയുന്ന അനന്തരവൻ കർണാടകയുടെ ബോർഡറിൽ നിന്ന് എന്നെ വിളിക്കുകയും നമ്മുടെ ഈ പ്രോഗ്രാം ആസ്വദിച്ച് കണ്ടതായി പറയും. ഒരുപാട് വിവരങ്ങൾ വേണമെങ്കിൽ ഞാൻ ഇനിയും തരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടാവുന്ന അത്രയും ശേഖരിച്ചാണ് ഞാൻ ചെയ്തത്. എൻ്റെ ഒരുപാട് സാധനങ്ങൾ ഇരിപ്പുണ്ട്, ഞാൻ അയച്ചു തരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അയച്ചു തന്നാൽ രണ്ട് കൈ നീട്ടി ഞാൻ സ്വീകരിക്കും, അല്ല അതിൽ ചിലതെനിക്ക് തിരിച്ചു തരേണ്ടി വരും. ഞാൻ പറഞ്ഞു മുഴുവൻ വേണമെങ്കിലും തിരിച്ചു തരാം, പ്രോഗ്രാം കഴിഞ്ഞിട്ട് തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എനിക്ക് ഒരു പാഴ്സൽ അയച്ചു. നോക്കി, ഇത്രയും സാധനങ്ങൾ ഒരു കവറിൽ വന്നതാണ്. സുരാസുവിനെ കുറിച്ചുള്ള പേപ്പർ കട്ടിങ്സ് അടക്കമുള്ള പ്രോഗ്രാമുകൾ അടക്കമുള്ള പോസ്റ്ററുകൾ അടക്കമുള്ള മുഴുവൻ സാധനങ്ങളാണ് വന്നിരിക്കുന്നത്. ഇതിലേറ്റവും രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മലയാള സിനിമയിൽ ആദ്യമായി ഉണ്ടായ ഒരു സംഘടന എന്ന് പറഞ്ഞാൽ മാൽക്ക എന്ന് പറഞ്ഞ സംഘടനയായിരുന്നു. നസീർ സാറായിരുന്നു ആദ്യത്തെ ആദ്യത്തെ പ്രസിഡന്റ് പത്മശ്രീ തെക്കുറിശ്ശിയായിരുന്നു. അത് സുരാസു അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ടായിരുന്നു. അതിൻ്റെ ജനറൽ സെക്രട്ടറി അപ്പോൾ KP ഉമ്മറായിരുന്നു. എന്തോ പ്രശ്നം കൊണ്ട് അവർ തമ്മിൽ തെറ്റിയപ്പോൾ 30/12/1976 ഈ പ്രോഗ്രാം കാണുന്ന പലരും ജനിച്ചിരിക്കില്ല. 1976 ഡിസംബർ മാസം 30 പത്മശ്രീ തെക്കുറിശ്ശി സുകുമാരൻ നായരുടെ അധ്യക്ഷതയിൽ കൂടിയ മാൽക്ക നിർവാഹക സമിതിയിൽ സുരാസു അവതരിപ്പിച്ച ചില വിഷയങ്ങളുണ്ട്. എനിക്ക് ഇത് തൊടുമ്പോൾ സത്യം പറഞ്ഞാൽ എത്ര പ്രാവശ്യം സുരാസു എന്ന് പറഞ്ഞ കലാകാരൻ്റെ കൈപ്പടയിൽ എഴുതിയ ഈ കത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കൈ ഈ പേപ്പറിൽ പതിഞ്ഞിരിക്കുന്നു നിങ്ങൾ ആലോചിച്ചു. മാൽക്കയ്ക്ക് അദ്ദേഹം എഴുതിയ കത്താണ്. ഇതൊക്കെ ഒരു അപൂർവമായ നിധിയായി ഞാൻ സൂക്ഷിക്കുന്നു. അതുപോലെ അദ്ദേഹം എഴുതിയ വേറൊരു കത്ത്. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് സാധനങ്ങൾ എനിക്ക് പ്രദീപ് അയച്ചു തന്നു. എന്നിട്ട് പ്രദീപ് പറഞ്ഞു എനിക്ക് ഈ കത്തൊന്നും തിരിച്ചു വേണ്ട, പക്ഷേ ചില സാധനങ്ങൾ എനിക്ക് തിരിച്ചു തരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ ഏത് ചോദിച്ചാലും ഇപ്പോൾ അയച്ചു തന്ന ഈ പാഴ്സൽ അതുപോലെ തന്നെ തിരിച്ചയച്ചു തരണമെന്ന് പറഞ്ഞാലും ഞാൻ അയച്ചു തരും, ആവശ്യം കഴിഞ്ഞിട്ട് അയച്ചു തരാം എന്ന് പറഞ്ഞു. തീക്ഷ്ണമായ കണ്ണുകളോടെ ഇരിക്കുന്ന സുരാസ് നോക്കി. അതുപോലെ സൃഷ്ടി അദ്ദേഹം അഭിനയിച്ച നാടകത്തിൻ്റെ പരസ്യം. അതുപോലെ അദ്ദേഹത്തിൻ്റെ മകനെ ഞാൻ പറഞ്ഞല്ലോ, അഹമ്മദാബാദിൽ നിന്ന് എനിക്ക് മെസ്സേജ് അയച്ചു താങ്ക്സ് പറഞ്ഞിട്ട്. അദ്ദേഹത്തിന് 2014 ഡിസംബറിൽ സുരാസുവിൻ്റെ മകൻ സ്റ്റാലിൻ്റെ ഒരു അഭിമുഖം ഈ മാതൃഭൂമിയിൽ വന്നിട്ടുണ്ട്. വളരെ ഇടുറ്റ അഭിമുഖമാണ്. സ്റ്റാലിൻ എന്ത് ചെയ്യുന്നു, എങ്ങനെ ജീവിക്കുന്നു, എല്ലാ വിവരങ്ങളുമുള്ള അഭിമുഖമാണ്. ഇത് ഞാൻ വേറൊരു എപ്പിസോഡായിട്ട് ചെയ്യുന്നതുകൊണ്ട് തൽക്കാലം ഇതിൽ വയ്ക്കുന്നേ ഉള്ളൂ. നോക്കി, സുമുഖനായ എയർഫോഴ്സിലായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സുരാസുവിൻ്റെ രൂപം ഇങ്ങനെയായിരുന്നു. മറുവശത്ത് അദ്ദേഹം ഒപ്പിട്ടിട്ടുണ്ട്, ഞാൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് എന്ന് പറഞ്ഞ് ഒപ്പിട്ടിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം അഭിനയിച്ച ദർശനം എന്ന് പറഞ്ഞ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയുടെ പരസ്യം. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഇങ്ങനെ നോക്കിയ ആരൊക്കെയെന്ന്. നിലമ്പൂർ ബാലനും PA ബക്കറും സുരാസുമായിട്ടുള്ള ചിത്രം. അതുപോലെ അദ്ദേഹം എഴുതിയ സുരായണം എന്ന് പറഞ്ഞ പുസ്തകം. ഇങ്ങനെ എന്തെല്ലാം അയച്ചു തരാമോ എല്ലാം എനിക്ക് പ്രദീപ് അയച്ചു തന്നു. ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. എങ്കിലും നിങ്ങളെ ഇത് അറിയിക്കാനായിട്ട് നമുക്ക് ഇത്രയും വിവരങ്ങൾ ആലോചിച്ചു. ഒരു യൂട്യൂബ് ചാനലിനെ എങ്ങനെ ആളുകൾ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചു. നമ്മൾ ചെയ്യുന്നത് സത്യസന്ധമായ പ്രോഗ്രാം ആയതുകൊണ്ടായിരിക്കണമല്ലോ. സുരാസിന് ഒരു സഹോദരിയേ ഉള്ളൂ, ബാക്കി 3 സഹോദരന്മാരാണ്. അപ്പോൾ ആ സഹോദരിയുടെ മകൻ പ്രദീപാണ് അയച്ചു തന്നത്. നല്ല രസകരമായ ഒരു എപ്പിസോഡ് സുരാസിനെ കുറിച്ച് ഇതിന് ശേഷം ചെയ്യുന്നതാണ്. നമസ്കാരം. കമൽഹാസനെ കുറിച്ചുള്ള ആദ്യത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ കണ്ണും കരളും എന്ന് പറഞ്ഞ സേതുമാധവ് സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കാനായിട്ട് 6 or 7 വയസ്സുള്ളപ്പോൾ പോയ കമൽഹാസൻ രാത്രി 10 മണി കഴിഞ്ഞിട്ട് വാടക കുറവുള്ളതുകൊണ്ട് മലയാള സിനിമ ചെയ്യുന്നത് തമിഴും തെലുങ്കും ഒക്കെ ചെയ്ത് പോയ ശേഷം ആ ഫ്ലോറിൽ ആ സെറ്റിലാണ് ചെറിയ വാടകയ്ക്കെടുത്ത് സിനിമ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ 2 മണി 3 മണി വരെ ഷൂട്ടിൽ പോവും. സത്യമാഷ അടക്കമുള്ള എല്ലാവരും ആ 3 മണി വരെ സഹകരിക്കും. ഇതിനിടയിൽ കൊച്ചുകുട്ടിയല്ലേ കമൽ, അദ്ദേഹം അവിടെ കിടന്ന് ഉറങ്ങും, ആ കുട്ടി അവിടെ കിടന്ന് ഉറങ്ങും. ഷൂട്ടിങ് കഴിയുമ്പോൾ കാറിൽ സീറ്റിലെടുത്ത് കിടത്തി
പോകുന്ന വഴിക്ക് സത്യം മാഷ് കമൽഹാസൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് കാറിൽ നിന്ന് സീറ്റിൽ നിന്ന് എടുത്ത് വീട്ടിനകത്ത് കൊണ്ടുവന്ന് സോഫയിൽ കിടത്തിയിട്ട് ശരി എന്ന് പറഞ്ഞങ്ങ് പോകും. കമൽഹാസൻ്റെ അമ്മ വിചാരിച്ചു അത് ആ സിനിമയുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവോ മാനേജരോ ആരോ ആണെന്ന്. ഒരു ദിവസം ഷൂട്ടിംഗ് നേരത്തെ തീർന്നപ്പോൾ കമൽഹാസനെ കൊണ്ടാക്കാൻ സത്യമാഷും കൂടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ, കൊണ്ടാക്കിയിട്ട് യാത്ര പറഞ്ഞ് പോകുമ്പോൾ കമൽ അമ്മയോട് പറഞ്ഞു, അമ്മ ഇതാണ് ഞാൻ അഭിനയിക്കുന്ന സിനിമയിലെ ഹീറോ. ശരിക്കും പറഞ്ഞാൽ കമൽഹാസൻ്റെ അമ്മ ഞെട്ടിപ്പോയി ഇത് സത്യമാഷാണെന്ന് അറിഞ്ഞപ്പോൾ. അതായത് MGR ശിവാജി ഗണേശനെയോ NT രാമറാവുവിനെയോ രാജ്കുമാറിനെ പോലുള്ള ദക്ഷിണേന്ത്യയിലെ ഒരു നടന്മാരും ഇങ്ങനെ ചെയ്യില്ല. പക്ഷേ സത്യമാഷ് ഒരു പ്രശ്നവുമില്ലാതെ, ഒരു ഈഗോയും ഇല്ലാതെ കമൽഹാസൻ എന്ന് പറഞ്ഞ കുട്ടിയെ, ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയെ കാറിൻ്റെ സീറ്റിൽ നിന്ന് എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് സോഫയിൽ കിടത്തിയിട്ട് യാത്ര പറഞ്ഞ് പോകുമ്പോൾ ഒരു ചായ പോലും കൊടുത്തിട്ടില്ല എന്നും ഞാൻ കരുതിയത് ഒരു പ്രൊഡക്ഷൻ മാനേജരാണെന്ന്, എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് പോയി ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞിട്ട് പോയ സത്യം മാഷിൻ്റെ കഥ പറഞ്ഞാണ് നമ്മൾ ഒന്നാമത്തെ എപ്പിസോഡ് അവസാനിപ്പിച്ചത്. 64 വർഷം സിനിമയിൽ വന്നിട്ട്, 64 വർഷം, 230-ൽ പരം ചിത്രങ്ങൾ. എന്തിനെന്നേ, പന്നി പിറന്നതുപോലെ കാക്കത്തൊള്ളായിരം സിനിമ എന്തിന്? കമൽഹാസൻ്റെ ഓരോ സിനിമയ്ക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇന്ത്യൻ 2 വരുന്നു, ഒരു യൂട്യൂബർ, ഒരു വിവരദോഷിയായ യൂട്യൂബർ അതിൻ്റെ ട്രെയിലർ വെച്ച് ഒരു എപ്പിസോഡ് ചെയ്തു, 10 ലക്ഷം പേരേറ്റ കണ്ടു. കമൽഹാസൻ ഇന്ത്യൻ ചെയ്യുന്ന സമയം പോലെ അല്ലല്ലോ ഇപ്പോൾ. കമൽഹാസൻ വയസ്സായില്ലേ, കിളവനായില്ലേ, അയാൾ ഇനി ഇന്ത്യൻ 2 ചെയ്താൽ നന്നാവില്ല എന്നൊക്കെ പറഞ്ഞ് ചെയ്തു. കൊച്ചിയിൽ വന്നല്ലോ കമൽഹാസൻ. ഈ യൂട്യൂബർ പോയി കാണണമായിരുന്നു കമൽഹാസൻ കിളവനായോ എന്ന്. എന്തൊരു അല്ലേ ക്രൂരതയാണ് കാണിക്കുന്നത് ആലോചിക്കും മലയാളികൾ. ദൈവമില്ലാതെ അല്ലെങ്കിൽ ദൈവവിശ്വാസമില്ലാതെ 54 വർഷം താൻ ജീവിച്ചു എന്നാണ് കമൽഹാസൻ പറയാറ്. ചുറ്റും മനുഷ്യരില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. ഉറങ്ങുന്ന സമയത്ത് പോലും എൻ്റെ സ്വപ്നം മനുഷ്യരാണ്. 36 വർഷത്തിന് ശേഷം ശങ്കറും കമൽഹാസനും കൂടി ചെയ്യുന്ന ഇന്ത്യൻ 2 ഒരു വലിയ ചരിത്ര സംഭവമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഷാജികുമാർ ചോദിച്ചു, MG സോമനുമായി അടുത്ത ബന്ധമായിരുന്നു എന്നറിയാം, എന്തു പറയുന്നു MG സോമനെക്കുറിച്ച് എന്നാണ് അടുത്ത ചോദ്യം. ഞാൻ ഡാൻസ് അസിസ്റ്റൻ്റായി, തങ്കമ്മ മാഷിൻ്റെ അസിസ്റ്റൻ്റായിരുന്നല്ലോ, ഞാൻ ഡാൻസ് അസിസ്റ്റൻ്റായി ഇരുന്ന കാലത്ത് മധുസാർ സംവിധാനം ചെയ്യുന്ന, നടൻ മധു സംവിധാനം ചെയ്യുന്ന മാനിശ്രീ വിശ്വാമിത്രൻ എന്ന സിനിമയ്ക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്, തങ്കപ്പൻ സാർ എന്നോട് പറഞ്ഞു, ഒരാൾക്ക് ഡാൻസിൻ്റെ ട്രെയിനിങ് കൊടുക്കണം, എയർഫോഴ്സിൽ നിന്നും വരുന്ന ആളാണ്, നാളെ വരും. ഞാൻ സമ്മതിച്ചു. 2 ആഴ്ച കഴിഞ്ഞാണ് ഷൂട്ടിംഗ്. അതിനു മുമ്പ് പഠിപ്പിച്ച് തീർക്കാനാണ് തങ്കപ്പൻ സാറിൻ്റെ നിർദ്ദേശം. എന്താണെന്തോ തങ്കപ്പൻ മാഷെന്നല്ല കമൽഹാസൻ പറയുന്നത്, തങ്കപ്പൻ സാർ. അങ്ങനെ ഇരിക്കുമ്പോൾ ആൾ മോട്ടോർ സൈക്കിളിൽ വന്നിറങ്ങി. ഞൊണ്ടിയാണ് നടക്കുന്നത്, കാലുവേദനയാണ്, അകതം പറഞ്ഞു. അപ്പോൾ കമൽ ചോദിച്ചു, പിന്നെ എന്തിനാ ഡാൻസ് ട്രെയിനിങ്ങിന് വന്നത്, വേറെ വല്ല പണിക്ക് പോയിക്കൂടെ? അയാൾ പറഞ്ഞു, എൻ്റെ പേര് MG സോമൻ, എയർഫോഴ്സിലായിരുന്നു, ഡാൻസ് ഒന്നും വരില്ല കേട്ടോ എനിക്ക്. തുറന്നു പറഞ്ഞു, എനിക്ക് ഡാൻസ് ഒന്നും വരില്ല, നിങ്ങൾ വെറുതെ മെനക്കെടണ്ട എന്നായിരിക്കുമല്ലോ അതിൻ്റെ അർത്ഥം. ഒരാഴ്ച ഒന്നും ചെയ്യണ്ട, അതുവരെ ഞാൻ കാണിച്ചു തരാം എന്നായി കമൽ. അങ്ങനെയായിരുന്നു ഫ്രണ്ട്ഷിപ്പിൻ്റെ തുടക്കം. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് 10-12 സിനിമകൾ ചെയ്തു. ഞങ്ങൾ റൂംമേറ്റ്സായി. ഒടുവിൽ ഞങ്ങൾ സഹോദരന്മാരായി. സോമനെ കണ്ടാൽ പ്രായം ഊഹിക്കാൻ പ്രയാസമാണ്. പ്രായം മാത്രമല്ലെന്നേ, ഐ ഓപ്പണർ എന്ന് പറഞ്ഞ് രാവിലെ എണീറ്റിടം ജിന്ന് കഴിച്ചാൽ ശരി, വൈകുന്നേരം ആകുമ്പോൾ കണക്ക് കൂട്ടിയാൽ സോമേട്ട അപ്പോഴപ്പോഴായിട്ട് കുറച്ച് വെച്ച് എത്ര കഴിച്ചു എന്ന് കണക്ക് കൂട്ടിയാൽ നമ്മൾ ഞെട്ടും. പക്ഷേ സോമേട്ടനെ കണ്ടാൽ ഒരിക്കലും മദ്യപിച്ചിരിക്കുകയാണെന്ന് തോന്നില്ല. സോമേട്ടൻ്റെ അടുത്ത് നിന്നാൽ മദ്യം മണക്കിയില്ല. എന്താണ് അതിൻ്റെ രഹസ്യമെന്ന് എനിക്കറിയില്ല. ഒന്നാമത് സോമേട്ടൻ്റെ കണ്ണെപ്പോഴും ഏറെക്കുറെ എൻ്റെ കണ്ണ് പോലെ എന്ന് പറയാം, അടിച്ചു പിരുന്നത് പോലെയാണ് കണ്ണിരിക്കുന്നത്. അപ്പോൾ ആ ക്രാവി ഇരിക്കുന്ന കണ്ണായതുകൊണ്ട് സോമേട്ടൻ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ലെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതുപോലെ ജിന്നാണ് കൂടുതൽ കഴിക്കുന്നത്. ആ ജിന്നിൻ്റെ ഒന്നും ഒരു മണം ഒരിക്കലും സോമേട്ടൻ്റെ അടുത്തേക്ക് എന്താ കഴിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടേ വരില്ല. സോമേട്ടൻ്റെ അടുത്ത് നിന്നാൽ മദ്യം മണക്കേയില്ല. അത് പ്രായവും അങ്ങനെയാണെന്ന് പറയാം. അയാൾ എയർഫോഴ്സ് സർവീസ് പൂർത്തിയാക്കിയിട്ടാണ് വരവ്. എൻ്റെ ധാരണ എന്നേക്കാൾ 1-2 വയസ്സ് മൂപ്പേ ഉള്ളൂ എന്നാണ്. ഞാൻ എടാ പോടാ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. സോമേട്ടനെ വിളിച്ചിരുന്നത് എടാ പോടാ എന്നൊക്കെയായിരുന്നു.
പിന്നെയാണ് എന്നേക്കാൾ ഒരുപാട് വയസ്സ് കൂടുതലുണ്ടെന്ന് മനസ്സിലാകുന്നത്. ഒരു ദിവസം സുരാസു എന്നോട് ചോദിച്ചു, നീ എന്തിനാ അവനെ എടാ പോടാ എന്നൊക്കെ വിളിക്കുന്നേ? സുരാസു ചോദിച്ചതാണ്. അപ്പോൾ കമൽഹാസനുമായിട്ട് സുരാസുവിൻ്റെ ഒരു ബന്ധം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നീ എന്തിനാ അവനെ എടാ പോടാ എന്നൊക്കെ വിളിക്കുന്നത്? കമൽ പറഞ്ഞു, ഞാൻ ആദ്യം തൊട്ടേ അങ്ങനെയാണ് വിളിച്ചത്. അത് തെറ്റല്ലേ? അവൻ നിന്നേക്കാൾ 10-12 വയസ്സ് മൂപ്പുള്ളവനാണ്. കമൽ സുരാസുവിനോട് സോറി പറഞ്ഞു. ഇനി സോറി പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാൽ നീ ഇനി എന്നെയും അങ്ങനെ വിളിച്ചാൽ മതി എന്നായി സുരാസു. നീ സോമൻ എടാ പോടാ സോമ എന്നൊക്കെയല്ലേ വിളിക്കണേ, നീ എന്നെയും ഇനി സുരാസു എടാ പോടാ എന്നൊക്കെ വിളിച്ചാൽ മതി എന്നായി. അങ്ങനെ ഞങ്ങൾ 3 പേരും ആത്മാർത്ഥ സുഹൃത്തുക്കളായി. പിന്നെ ത്രിമൂർത്തികൾ ഒരുമിച്ചായി താമസവും മദ്യപാനവും. കമൽ അതൊന്നും ഒളിച്ചു വയ്ക്കുന്നില്ല. ഈ ത്രിമൂർത്തികൾ ആയ ഞങ്ങൾ 3 പേരും കൂടി ഒന്നിച്ചായിരുന്നു എന്താ പറയുക, താമസവും വെള്ളവടിയുമെല്ലാം. ഇവിടെ വേണമെങ്കിൽ ഒരു ചെറിയ കഥ ഓർക്കാം. ഏഴാം കടലിനക്കരെ എന്ന് പറഞ്ഞ IV ശശി സംവിധാനം ചെയ്ത സിനിമയ്ക്ക് വേണ്ടി ജിയോ കുട്ടപ്പനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. IV ശശിയും സീമയും KR വിജയും സോമനും ഒക്കെ അമേരിക്കയ്ക്ക് പോയി. അന്ന് സോമേട്ടൻ നിന്ന് തിരിയാൻ പറ്റാത്ത തിരക്കുള്ള കാലമാണ്. അവിടെ ചെന്ന് IV ശശിയോട് ചുമ്മാ കയറി ചൊറിഞ്ഞു, എനിക്ക് പോകണം, എനിക്ക് അവിടെ മറ്റേ പടമുണ്ട് മറിച്ച പടമുണ്ട്. കാരണം ഇവിടെ എല്ലാം വീതിച്ച് 32-36 പടത്തിലൊക്കെ ഒരു വർഷം അഭിനയിച്ചിട്ടുണ്ട് സോമേട്ടൻ. അങ്ങനെ വല്ല വിധേനയും ആദ്യത്തെ ഷെഡ്യൂൾ കഴിഞ്ഞ് തിരിച്ചു വന്നു. രണ്ടാമത്തെ ഷെഡ്യൂൾ തുടങ്ങാൻ നേരത്തെ സോമേട്ടൻ പറഞ്ഞു, എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ അമേരിക്ക ഒന്ന് നടന്ന ഇവിടെ ഒരുപാട് പടം മുടങ്ങുന്നേ, എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവസാനം ആരൊക്കെയോ നിർബന്ധിച്ച് ആരെല്ലാമോ പറഞ്ഞിട്ട് IV ശശിയുടെ പടത്തിലൊന്നും ഒരു താരത്തിനെയും അങ്ങനെ ചെയ്യാൻ സമ്മതിക്കുന്ന ആളല്ല പുള്ളി. പക്ഷേ സോമേട്ടനുമായിട്ട് നല്ല ഹൃദയബന്ധമായിരുന്നതുകൊണ്ട് പെണം കണ്ട എന്ന് വിചാരിച്ചിട്ട് ആരോടൊക്കെ ശുപാർശ ചെയ്യിച്ച് അവരെല്ലാം കൂടെ തള്ളി ഉന്തി സോമേട്ടനെ വീണ്ടും അമേരിക്കയിലേക്ക് അയച്ചു. അവിടെ ചെന്ന് എല്ലാ ദിവസവും പ്രശ്നമാണ്. അങ്ങനെ പടം പൂർത്തിയാവുന്നതിന് മുമ്പ് എനിക്ക് പോകണം എന്ന് പറഞ്ഞ് സോമേട്ടൻ മടങ്ങാൻ നേരത്ത് IV ശശി പറഞ്ഞു, സോമ നമ്മൾ തമ്മിൽ സഹകരിക്കുന്ന അവസാനത്തെ സിനിമയാണിത്, ഓ എന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷേ സോമേട്ടൻ വിചാരിച്ചത് ഒരിക്കലും ശശി എന്നോട് പിണങ്ങില്ല, വെറുതെ പറഞ്ഞാണെന്ന് സോമേട്ടൻ കരുതി. കാരണം അത്രയും ശുദ്ധനാണ് സോമേട്ടൻ. സോമേട്ടയ്ക്ക് പോന്നു. ഒരുപാട് സീനുകളിലെ പല ഷോട്ടുകളിലും ഡ്യൂപ്പിനെ നിർത്തിയാണ് IV ശശി ആ പടം തീർത്തത്. പക്ഷേ IV ശശി വാക്ക് പാലിച്ചു. അദ്ദേഹം അവിടെ വെച്ച് സോമേട്ടനെ കട്ട് ചെയ്തു. പിന്നെ ജയനെ ആയിരുന്നു അദ്ദേഹം നായകനാക്കിയത്. അത് കാന്തവലമായാലും അങ്ങാടി ആയാലും ചെയ്തതെല്ലാം വലിയ ഹിറ്റ്, കരിമന ആയാലും എല്ലാം ഹിറ്റാണല്ലോ, മീൻ. അങ്ങനെ സോമേട്ടനെ IV ശശിയുടെ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കി. വർഷങ്ങൾ ഒരുപാട് പോയി. തോംസൺ ഫിലിംസിന് വേണ്ടി കമൽഹാസനെ നായകനാക്കി വ്രതം എന്ന് പറഞ്ഞ സിനിമ എടുക്കുകയാണ് IV ശശി. MG സോമൻ കമൽഹാസനോട് പറഞ്ഞു, ഒരു ഷൂട്ടിങ്ങിന് പോയിടത്ത് വെച്ച് അമേരിക്ക വെച്ച് ഞാനും ശശിയായിട്ടൊന്ന് പിണങ്ങി. ശശി പിണങ്ങില്ല എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അയാളെ പൂർണ്ണമായി അയാളുടെ സിനിമയിൽ നിന്ന് ഒഴിവാക്കി. കമലൊന്ന് പറയണം എന്ന് പറഞ്ഞു. കമൽഹാസൻ IV ശശിയെ നിർബന്ധിച്ചു, ആ പിണക്കം മാറ്റണം, നിങ്ങളും സോമനുമായിട്ടുള്ള ആ പിണക്കം മാറ്റണം. IV ശശി സമ്മതിച്ചു. അങ്ങനെ വർഷങ്ങളുടെ ഗ്യാപ്പിന് ശേഷം വ്രതം എന്ന് പറഞ്ഞ സിനിമയിലാണ് പിന്നെ സോമേട്ടൻ IV ശശിയുടെ പടത്തിൽ അഭിനയിക്കുന്നത്. അതിനേക്കാൾ രസകരം എന്താണെന്ന് ചോദിച്ചാൽ, സോമേട്ടനും ജോൺ പോളും കൂടി ചേർന്ന് ഭൂമിക എന്ന് പറഞ്ഞൊരു പടം നിർമ്മിച്ചു. ആ സിനിമ സംവിധാനം ചെയ്തത് IV ശശിയായിരുന്നു. അങ്ങനെ ഒരു കഥ കൂടി കമൽഹാസൻ ഇടപെട്ടാണ് IV ശശിയും സോമനുമായിട്ടുള്ള പിണക്കം തീർത്തത്. ഷാജികുമാർ അടുത്ത് ചോദിച്ചത്, സുരാസു ഒരു പ്രത്യേക മനുഷ്യനല്ലേ, അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചത്. സുരാസു ഒരു കുച്ചിപ്പുടി ഡാൻസറായിരുന്നു, ഞാൻ ഭരതനാട്യം. ഞങ്ങൾ 2 പേരും പരിശീലനം ലഭിച്ച നർത്തകരായിരുന്നു. അയാൾ കുച്ചിപ്പുടി, ഞാൻ ഭരതനാട്യം. ഞാൻ ഹൈസ്കൂൾ ഡ്രോപ്പ് ഔട്ട്, സുരാസു മാസ്റ്റർ ഗ്രാജുവേറ്റ് എടുത്ത ആളാണ്. സുരാസു എയർഫോഴ്സിലായിരുന്നു. അയാളെങ്ങനെ അക്ബർ പാദുഷ സ്റ്റൈലിൽ കിടന്ന്, ഈ അക്ബർ പാദുഷ കിടക്കുന്ന സ്റ്റൈലിൽ കിടന്നിട്ട് നിറചഷകം കയ്യിൽ വെച്ചുകൊണ്ട് പറയും, നാം 2 പേരും നൃത്തം തുടങ്ങുക. ഒരു അല്പം അബ്നോർമൽ പോലെയാണല്ലോ സുരാസ് സംസാരിക്കുന്നത്. അപ്പം മദ്യപാന ഗ്ലാസ്സൊക്കെ കയ്യിൽ വെച്ച് ഇങ്ങനെ കിടന്നിട്ട്, അനന്തപത്മനാഭൻ കിടക്കും പോലെ കിടന്നിട്ട് അദ്ദേഹം പറയാണ്, നാം 2 പേരും നൃത്തം തുടങ്ങുക. അങ്ങനെ ഞങ്ങൾ 2 പേരും നൃത്തം ചെയ്യാൻ ആരംഭിക്കും. അക്കാലത്ത് സുരാസു
എം ടി വാസുദേവൻ നായർ ആദ്യമായി സംവിധാനിച്ചത് നിർമ്മാല്യത്തിൽ അഭിനയിച്ചതേ ഉള്ളൂ. സുരാസു ഞങ്ങളെ നിർമ്മാല്യം കാണിക്കാൻ ടിക്കറ്റൊക്കെ എടുത്ത് ബാംഗ്ലൂരിൽ കൊണ്ടുപോയി. ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരു പ്രാവശ്യം നിർമ്മാല്യം കണ്ടുവന്നിട്ട് അന്ന് രാത്രി തന്നെ കമൽഹാസൻ വീണ്ടും അത് കാണാൻ പോയി, രണ്ടാമതും കാണാൻ പോയി. ഞാൻ ആ സിനിമയുടെ വലിയ ഫാനായി മാറി. ഇതറിഞ്ഞ സുരാസു പറഞ്ഞത്, നീ കുഴപ്പമാവും കേട്ടോ, എടാ ആർട്ട് ഫിലിം 2 തവണയൊക്കെ കാണുന്നത് അത്ര നല്ലതല്ല, കാരണം നീ എങ്കിൽ പിന്നെ കമേഴ്ഷ്യൽ സിനിമയൊന്നും ചെയ്യില്ല, നിർമ്മാല്യം സ്റ്റൈലിലുള്ള സിനിമകളിലേക്ക് പൊക്കളയുമെന്നാണ് എൻ്റെ അർത്ഥം. ആർട്ട് ഫിലിം 2 തവണയൊക്കെ കാണുന്നത് അത്ര നല്ലതല്ല. കമൽ പറയുന്നത്, ഞാൻ കണ്ടതിൽ വച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള സിനിമ ഇപ്പോഴും നിർമ്മാല്യമാണ്. ആ വയസ്സിൽ എനിക്കതൊരു വലിയ അനുഭവമായിരുന്നു. അടൂർ ഗോപാലകൃഷ്ണൻ്റെയോ മൃണാൾ സെന്നിൻ്റെയോ സിനിമയോട് കിടപിടിക്കുന്ന സിനിമയാണെന്നാണ് എനിക്ക് നിർമ്മാല്യത്തെക്കുറിച്ച് തോന്നിയത് എന്നാണ് കമൽ പറയുന്നത്. അതിൽ പിന്നെ കമൽ നിർമ്മാല്യം കണ്ടിട്ടില്ല. സുരാസ് പറഞ്ഞതിന് ശേഷം പിന്നെ കണ്ടിട്ടില്ല. പക്ഷേ കമൽഹാസൻ പറയുന്നത്, ഞാൻ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു നിർമ്മാല്യത്തെ എന്നാണ്. പ്രേം നസീറുമായി എന്നായി ഷാജികുമാർ. നസീർ സാറിൻ്റെ കൂടെ ഡാൻസ് അസിസ്റ്റൻ്റായി വർക്ക് ചെയ്തിട്ടുണ്ട്. മധു സാറിൻ്റെ കൂടെയും ഞാൻ ഡാൻസ് അസിസ്റ്റൻ്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കമൽഹാസൻ മറന്നുപോയതാകണം, ഐ വി ശശി സംവിധാനിച്ചത് ഈറ്റ എന്ന് പറഞ്ഞ സിനിമയിൽ മധു സാറിൻ്റെ മകനായിട്ട് അഭിനയിച്ചത് കമൽഹാസനായിരുന്നു. തുള്ളിക്കുരുകുടം പേമാരി എന്നുള്ള പാട്ടൊക്കെ ഉള്ള, അല്ലെങ്കിൽ മലയാറ്റൂർ മല കയറും പൊന്മാനെ എന്നുള്ള മനോഹരമായ പാട്ടൊക്കെയുള്ള നല്ല സിനിമയായിരുന്നു. കുതിരോട്ടം പപ്പുവിൻ്റെ ചിരിച്ച് മണ്ണു പോകുന്ന, പാറക്കല്ലാണെന്ന് വിചാരിച്ചിട്ട് ആനയുടെ പുറത്ത്, കാട്ടിക്കിടക്കുന്ന കാട്ടാനയുടെ പുറത്ത് അടുപ്പ് കൂട്ടി തീയിടുന്ന സീനൊക്കെ ഉള്ള നല്ല രസമുള്ള പടമാണ് ഈറ്റ. എന്തുകൊണ്ടോ എനിക്ക് തോന്നുന്നു അദ്ദേഹം മറന്നുപോയി തോന്നുന്നു. എം ടി വാസുദേവൻ നായരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നായി ഷാജികുമാർ. വളരെ ദീപ്തമായ ബന്ധമാണ് അദ്ദേഹത്തോടുള്ളത്. രാജ്കമൽ ഫിലിംസിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രിപ്റ്റ് എഴുതി വാങ്ങാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല. ഐ വി ശശിയാണ് ഞങ്ങളെ ബന്ധപ്പെടുത്തിയത്. ശശിയും കമലും ക്രിസ്ത്യൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെൻറ്ററിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം. അതൊരു ചെറിയ സമൂഹമായിരുന്നു. ആൾവാർപേട്ടിൽ കമൽ താമസിച്ചിരുന്ന വീടിനടുത്തുള്ള ബാലവിനായക കോളനിയിൽ 5-6 മലയാളി യുവാക്കൾ പാർത്തിരുന്നു. ഈ പറയുന്ന ക്രിസ്ത്യൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലുള്ള. കമൽ അവിടെ പതിവായി പോകും. അവർക്കൊരു ഗിറ്റാർ ഉണ്ടായിരുന്നു. അവർക്ക് കമലിനോട് സ്നേഹമായിരുന്നു. ഈ ചെറുപ്പക്കാർക്ക് കമലിനോട് വലിയ ഇഷ്ടമായിരുന്നു. കമൽ അവരെ കൊണ്ട് ഓരോ പാട്ടുകൾ പറഞ്ഞ് പാടിക്കുമായിരുന്നു. കമൽ അന്ന് കളത്തൂർ കണ്ണമ്മിയിലെ നടനാണല്ലോ, അതിൻ്റെ ഒരു ഗ്ലാമറുണ്ട്. ഈ ചെറുക്കൻ വന്ന് ചോദിക്കുമ്പോൾ അവർ മടി കൂടാതെ പാടും. അതിൽ ഒരാളുടെ പേരാണ് യേശുദാസ്. അത് ചൊല്ലിയ കൊച്ചുകുട്ടിയായ കമൽ വന്ന് ആ പാട്ട് പാടും ഈ പാട്ട് പാടുമെന്ന് പറയുമ്പോൾ പാടുന്ന ആ 5 പേരിൽ, ഗിത്താർ വെച്ച് പാടുന്ന 5 പേരിൽ ഒരാളുടെ പേര് യേശുദാസ് എന്നാണ്. പിന്നീടാണ് കമൽ അറിയുന്നത് അന്ന് കണ്ട ആൾ വലിയ ഗായകനായി എന്ന്. കമലിന് യേശുദാസ് സഹോദരനെ പോലെയായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനാണെന്ന് കമൽ പറയുന്നു. ഇപ്പോൾ ഓർക്കുമ്പോൾ വലിയ ആശ്ചര്യം തോന്നും. ഈ വലിയ ഇൻഡസ്ട്രിയുടെ ഭാഗമായി മാറുമെന്ന് ഞങ്ങളാരും, അതായത് യേശുദാസ് ആയാലും കമൽഹാസൻ ആയാലും എം ജി സോമനായാലും സുരാസു ആയാലും, ഞങ്ങളാരും അന്ന് വിചാരിച്ചിരുന്നില്ല എന്നാണ് കമൽ പറയുന്നത്. നിസ്സാരമായ പരിചയങ്ങൾ ഇത്രമാത്രം വളർന്ന് വലുതാവുമെന്നൊന്നും അന്നാരും സങ്കല്പിച്ചിരുന്നില്ല. സുരാസു ഒരു റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് മരിച്ച കാര്യം വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. ഇതൊക്കെ വലിയ ദുരന്ത കഥകളാണ്. ഒരിക്കൽ കമൽ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒരു ഫ്ലാഷ് കട്ട് പോലെ സുരാസു, കൂടെ ഒരു സ്ത്രീയും, ഭാര്യയാണെന്ന് പരിചയപ്പെടുത്തി. അതാ രണ്ടാമത്തെ അമ്പുചേട്ടത്തിയായിരുന്നു. കാശ് വല്ലതും വേണോ എന്ന് ചോദിച്ചു. കുടി നിർത്തിയോ എന്ന് ചോദിച്ചു. അതെങ്ങനെ നിർത്താൻ, കാശ് വല്ലതും വേണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു. പിന്നെന്താ ഈ കാഷായ വേഷം? അതൊന്നും ഒരു പ്രശ്നമല്ല എന്നാണ് സുരാസു പറഞ്ഞത്. കള്ളുകുടിയും കഞ്ചാവ് വലിക്കും എന്ന് പറഞ്ഞു പോയ സുരാസുവിനെ പിന്നെ കമൽ കണ്ടിട്ടില്ല. ഇതിനും വേണമെങ്കിൽ ഒരു കൊച്ചു കഥ പറയാം. അമ്പുചേട്ടത്തിയും സുരാസും കൂടി കമൽഹാസനെ കാണാൻ വീട്ടിൽ ചെന്നു. അപ്പോൾ ഈ മുഷിഞ്ഞ വേഷമൊക്കെ ആയിട്ട്
രണ്ടുപേര് വന്ന് നിൽക്കുന്ന കണ്ടപ്പോൾ സെക്യൂരിറ്റിക്കാരന് പിടിച്ചില്ല. ചിലപ്പോൾ ബംഗാളിയോ നേപ്പാളിയോ വല്ലതും ആയിരിക്കും. അയാൾ കയറ്റി വിട്ടില്ല എന്നുണ്ടപ്പോൾ സുരാസു ഭയങ്കരമായിട്ട് കയർത്ത് സംസാരിച്ച അയാളുണ്ട്. അപ്പോൾ എയർഫോഴ്സിലൊക്കെ ഇരുന്നുകൊണ്ട് ഹിന്ദി അറിയാമല്ലോ, ഹിന്ദിയിൽ വച്ചലക്കി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ അകത്തുനിന്നൊരു ആളിറങ്ങി വന്നു. കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ കമലിനെ കാണാമെന്നാണ്, ഇയാൾ കയറ്റി വിടുന്നില്ല, എവനാരാ എന്നെ തടയാനെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം. അപ്പോൾ ചോദിച്ചു, എന്താ പേര് എന്ന് ചോദിച്ചു. എൻ്റെ പേര് സുരാസു. എന്താ? ഇല്ല, ഒന്നുമില്ല എന്നുകൊണ്ട് അയാൾ കയറി അകത്തേക്ക് പോയി. ഇവിടെ ബഹളം നടന്ന് എല്ലാം കഴിഞ്ഞിട്ട് സുരാസു ബാടി എന്ന് പറഞ്ഞ് ഭാര്യയും വിളിച്ചുകൊണ്ട് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോൾ കുളിക്കുകയായിരുന്ന കമൽഹാസൻ ഒരു ടവല് മാത്രം എടുത്തിട്ട് ഓടിക്കൊണ്ട് വന്നു. പോകല്ലേ എന്ന് പറഞ്ഞിട്ട് ഓടിക്കൊണ്ട് വന്നിട്ട് സോറി പറഞ്ഞു. അയ്യോ, അവർക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്, വാ എന്ന് പറഞ്ഞ് സുരാസുവിനെയും ഭാര്യയും വിളിച്ച് അകത്തുകൊണ്ട് പോയ ഒരു അനുഭവം കമൽഹാസനുണ്ട്. കഥാകാരൻ ടി പത്മനാഭനുമായി നല്ല ബന്ധമാണല്ലോ എന്നായി ഷാജികുമാർ. അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ടി പത്മനാഭൻ്റെ ആരാധകനാണ് ഞാൻ എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരുപാട് പേരുണ്ടാവും. ടി പത്മനാഭനെ ആരാധിക്കാത്ത ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് ഒരുപാട് പേരുണ്ടാവും. എനിക്ക് ടി പത്മനാഭൻ്റെ ആരാധകനാണെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ടാവും. അതിലൊരാളായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം കമലിൻ്റെ ആരാധകനെന്നാണ് ടി പത്മനാഭൻ പറയുന്നത്. ആ വയസ്സിൽ ആരാധന വരുന്നത് കഷ്ടമാണ്, അതും ഒരു ചെറുപ്പക്കാരനോട്. ചെറുക്കം കൊള്ളാം എന്ന് പറയുന്നതല്ലാതെ എനിക്ക് അയാളെ കാണണം, അയാൾ എഴുതുന്നത് വായിക്കണം എന്നാരും പറയാറില്ല. ഇവർക്കെല്ലാം വയസ്സ് തൊലിപ്പുറത്ത് മാത്രമാണ്, മനസ്സിലല്ല എന്നാണ് കമൽഹാസൻ പറയുന്നത്. ടി പത്മനാഭൻ ഇപ്പോഴും യുവത്വം സൂക്ഷിക്കുന്ന ആളല്ലേ. അദ്ദേഹത്തിൻ്റെ ഏത് ഇഷ്യൂവിൽ ഇടപെട്ട് അദ്ദേഹം സംസാരിക്കുമ്പോഴും നമുക്കറിയാമല്ലോ, ഇപ്പോഴും മനസ്സൊന്നും വയസ്സായിട്ടില്ല. കമൽഹാസൻ പറയുന്നത് ഇവർക്കെല്ലാം തൊലിക്ക് മാത്രമാണ്, മനസ്സിനല്ല വയസ്സായിട്ടുള്ളത് എന്നാണ്. അവരെല്ലാം മനസ്സിൽ ചെറുപ്പം സൂക്ഷിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞാൻ അവരെയൊക്കെ ആദരിക്കുന്നത്. വെറും ബഹുമാനമല്ല, ആദരം. വയസ്സുകാലത്ത് അങ്ങനെ കഴിയണം എന്നാണ് എൻ്റെയും ആഗ്രഹം എന്നാണ് കമൽ പറയുന്നത്. പ്രായമാകുമ്പോൾ ജിജ്ഞാസ പോകരുത് എന്നാണ് കമലിൻ്റെ മോഹം. അതുള്ളവർക്ക് മനസ്സിന് ചെറുപ്പം സൂക്ഷിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഷാജികുമാർ ചോദിച്ചു, മാധവൻ, പ്രശാന്ത് എന്നീ നടന്മാരോട് താങ്കൾ വളരെ ഫ്രീ ആയി ഇടപെടുന്നത് കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്ര ജൂനിയറായവരോട് സമപ്രായക്കാരെ പോലെ പെരുമാറാൻ പറ്റുന്നത്? കാരണം മാധവനും പ്രശാന്ത് എന്നൊക്കെ പറഞ്ഞാൽ വളരെ യങ്ങല്ലേ. അപ്പോൾ അദ്ദേഹം കമൽ പറഞ്ഞ മറുപടി, അത് നല്ലതാണ്. ഒന്നാമത് ഞാൻ അവരെ ജൂനിയറായിട്ട് കരുതുന്നില്ല, എൻ്റെ സഹപ്രവർത്തകർ ആണവർ. റേസിൽ സ്റ്റേഡിയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വയസ്സൊരു പ്രശ്നമല്ല, ടേപ്പാണ് തീരുമാനിക്കുന്നത്. അളന്നിട്ടാണല്ലോ തീരുമാനിക്കുന്നത്, ടേപ്പാണ് തീരുമാനിക്കുന്നത്. അവർ എന്നോടൊപ്പം ഓടുന്നവരാണ്. എന്നെപ്പോലെ നന്നായോ ചീത്തയായോ പരസ്പരം ബഹുമാനമില്ലെങ്കിൽ സഹവസിക്കുക കഷ്ടമാണ് എന്നാണ് കമൽ പറയുന്നത്. അപ്പോൾ ഷാജികുമാർ ഒരു വലിയ ചോദ്യം ചോദിച്ചു. താങ്കൾ അവൈ ഷൺമുഖിയിൽ സ്ത്രീവേഷം കിട്ടി, ആലപ്പുഴയിൽ വേഷം മാറി സഞ്ചരിച്ചതായി കേട്ടിട്ടുണ്ട്. ഇന്നലെ മദിരാശി കടപ്പുറത്ത് ദശാവതാരത്തിൻ്റെ ഷൂട്ടിങ്ങിൽ സർദാർജി വേഷത്തിൽ ആയതിനാൽ കമൽഹാസനെ ആൾക്കൂട്ടം തിരിച്ചറിഞ്ഞില്ല എന്ന് ഇന്നത്തെ പത്രത്തിൽ വായിച്ചു. ഇങ്ങനെ ജനക്കൂട്ടത്തിൽ തിരിച്ചറിയപ്പെടാതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ആനന്ദം ലഭിക്കുന്നുണ്ടോ എന്നായി ഷാജികുമാർ. ആനന്ദം എന്നത് താങ്കളുടെ കാഴ്ചപ്പാടാണ്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, കമൽഹാസൻ ഇപ്പോൾ അഭിനയമൊക്കെ നിർത്തി അല്ലേ എന്ന് പലരും ചോദിക്കുന്നു. കമലേ അഭിനയമൊക്കെ നിർത്തിയല്ലേ എന്ന് ചോദിക്കാറുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ മേക്കപ്പൊക്കെ മാത്രമായി അല്ലേ, നിങ്ങളിപ്പോൾ ഈ മേക്കപ്പൊക്കെ ചെയ്ത ആളെ പറ്റിക്കുന്ന കഥാപാത്രങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണ് ചോദിക്കുന്നത്. കമൽ പറയുന്ന മറുപടി, കമ്പ്യൂട്ടറിൽ എഴുതുന്നതുകൊണ്ട് ടി പത്മനാഭൻ സാർ മോശപ്പെട്ട എഴുത്തുകാരനാകുമോ? മലയാളം ടൈപ്പ് റൈറ്ററിൽ അടിച്ചാൽ എഴുത്ത് നിർത്തിയെന്ന് പറയുന്നത് തെറ്റാണ്. ഇതും അങ്ങനെയാണ്. കിങ് ലിയറിൽ താടി വെച്ച് അഭിനയിക്കുന്ന നടനും കമലഹാസനും വലിയ വ്യത്യാസമില്ല. രണ്ടുപേരും സമന്മാരാണ്. ശിവാജി ഗണേശൻ മീശ വെച്ച് അഭിനയിക്കുന്നതും കൊട്ടാരക്കര ശ്രീധരൻ നായർ ചെറിയ ഒരു കുടുമി വെച്ച് അഭിനയിക്കുന്നതും വിശ്വസിപ്പിക്കലാണ്. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
പുതിയ ട്യൂണിടുന്നവർ പാട്ടുകാരല്ല, പഴയ രാഗങ്ങൾ പഴയപടി പാടുന്നവരാണ് നല്ല കർണാടക സംഗീതജ്ഞർ എന്ന ധാരണകളൊക്കെ മാറി വരുന്ന കാലമാണിത്. മേക്കപ്പിൻ്റെ കാര്യം കൊണ്ട് അങ്ങനെ നടിക്കുക, മേക്കപ്പിൻ്റെ കാര്യത്തിൽ അങ്ങനെ നടിച്ചാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതാണൊരു വഴി, ഇതാണ് എൻ്റെ വഴി, ഞാനതിൽ ആനന്ദിക്കുന്നു എന്ന് മാത്രമല്ല പ്രേക്ഷകരിൽ നിന്ന് എനിക്കതിൻ്റെ ഗുണവും കിട്ടുന്നു. ആ ഗുണം കിട്ടുമെങ്കിൽ ഞാൻ എന്തും ചെയ്യും. നാളെ സർക്കസ് കളിച്ചാൽ അവർ ഇഷ്ടപ്പെടുമെങ്കിൽ ഞാൻ സർക്കസ് പഠിക്കും. എന്നെക്കൊണ്ട് കഴിയില്ലെങ്കിൽ ഞാൻ റിട്ടയർ ചെയ്യും, എന്നിട്ട് വേറെ വല്ല തൊഴിലും നോക്കും. പക്ഷേ അതുവരെ ഞാൻ സിനിമയിൽ അഭിരമിക്കും എന്നാണ് ഈ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി. എന്താണ് ദശാവതാരം എന്ന് ചോദിച്ചു. ദശാവതാരം നമ്മളൊക്കെ കണ്ടിരിക്കും. ഇത് 10-17 വർഷം മുമ്പത്തെ ഇൻ്റർവ്യൂ ആയതുകൊണ്ട് അവതാരത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണല്ലോ ചോദിക്കുന്നത്. ദശാവതാരം ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്കൊരു നല്ല വ്യായാമമാണ്. ഇതൊരു പ്രത്യേകതരം സ്ക്രീൻ പ്ലേ ആണ്. പ്രത്യേകിച്ച് മലയാളം എഴുത്തുകാർക്കും പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന നരേറ്റീവ്. ഇതിൽ പുതുമയൊന്നുമില്ല. ഇതൊക്കെ പണ്ട് രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ വന്നിട്ടുണ്ട്. നമുക്കത് പുതിയതല്ല. പക്ഷേ തിരക്കഥാ രംഗത്ത് ഇതൊരു പരീക്ഷണമാണ്. പ്രത്യേകിച്ച് തമിഴിൽ ട്രിപ്പിൾ നരേറ്റീവ് എന്ന് പറയാറില്ലേ. അമർ പരോസ് എന്ന സ്പാനിഷ് ചിത്രത്തിൻ്റെ പിന്തുടർച്ചയാണ് എൻ്റെ ദശാവതാരം എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം തുറന്നു പറയുന്നു. ഇത് അമർ പരോസ് എന്ന് പറയുന്ന സ്പാനിഷ് ചിത്രത്തിൻ്റെ പിന്തുടർച്ചയാണ്. ഡബിൾ ട്രിപ്പിൾ നരേറ്റീവ് ഒക്കെ നമുക്ക് സാധാരണയാണ്. പക്ഷേ ഇത് 10 നരേറ്റീവ് സ്റ്റോറീസിൻ്റെ ഒരു സംഗമമാണ്. ഗഗനക്കൽ വെള്ളച്ചാട്ടം കാണുന്ന അനുഭവമായിരിക്കും ദശാവതാരം കാണുമ്പോഴെന്നാണ് കമൽ പറയുന്നത്. അനേക നദികൾ ഒഴുകി വന്ന് ഒരിടത്ത് ചേർന്ന് ഒന്നായി താഴേക്ക് പതിക്കുന്നത് പോലെ. അതാണ് ദശാവതാരത്തിൻ്റെ തിരക്കഥയുടെ പ്രത്യേകത. ഇത് ഇന്നിനെ പറ്റിയാണ്, ഇന്നലെയെ പറ്റിയുമാണ്. ചരിത്രത്തിനും ഭാവിക്കും ഭൂതത്തിനും വർത്തമാനത്തിനും ഒരു നേർബന്ധമുണ്ട്. ഇത് മൂന്നും നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് ചീത്തയാകും. നാളെയെപ്പറ്റി പിന്നീട് ആലോചിക്കാം. ഇന്നലെയും നാളെയും തമ്മിൽ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇത് മോശമാകും എന്നാണ് കഥ. വളരെ ലളിതമായ ആക്ഷൻ ത്രില്ലർ രീതിയിലാണ് ദശാവതാരത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ്. വളരെ രസകരമായിരിക്കും ഇത്. പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തുന്ന പടം. എല്ലാറ്റിനുമുപരി ഇതൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ്. ജെയിംസ് ബോണ്ട് ചിത്രങ്ങളുടെ മോഡലിലാണ് ഈ ചിത്രം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചെലവിൻ്റെ കാര്യത്തിൽ ശിവജിയേക്കാൾ 10 മടങ്ങിൻ്റെ മുടക്കുമുതലുണ്ട്. രജനീകാന്തിൻ്റെ ശിവജിയേക്കാൾ 10 മടങ്ങ് ചെലവ് ദശാവതാരത്തിനുണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഷാജികുമാർ പറഞ്ഞു, അവസാനമായി ഒരു ചോദ്യം കൂടി. താങ്കൾ മരിച്ചാൽ സ്വന്തം ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കൊടുക്കുമെന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്, ശരിയാണോ? അതെ, എൻ്റെ മകളാണ് ഈ ഡോക്യുമെൻറ്റിൽ എന്നോടൊപ്പം ഒപ്പുവച്ചിരിക്കുന്നത്. കാരണം ഞാനില്ലാത്ത സമയത്ത് കമ്മിറ്റ്മെൻറ്റ് എൻ്റെ മൂത്ത മകൾ ശ്രുതിക്കാണ്. കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങേർക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ശ്രുതിയും കൂടെ ചേർന്നാണ് ഒപ്പിട്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു തീരുമാനത്തിന് പിന്നിൽ എത്താൻ എന്താ കാരണം എന്നായി ഷാജികുമാർ. ഇതൊരു പ്രതീകാത്മക പ്രവൃത്തിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. 20-30 കൊല്ലം കഴിഞ്ഞ് ഞാൻ മരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇപ്പം തന്നെ 17 വർഷം കഴിഞ്ഞ് ഈ ഇൻ്റർവ്യൂ എടുത്തിട്ട് 20-30 കൊല്ലം കഴിഞ്ഞ് ഞാൻ മരിക്കുകയാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് തീർച്ചയായും എനിക്ക് ഈ ശരീരം ആവശ്യമില്ല. പക്ഷേ ഇന്ന് ഈ ശരീരം എനിക്ക് ആവശ്യമാണ്. അപ്പോൾ വീണ്ടും ഷാജികുമാർ ചോദിച്ചു, ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ശരീരം ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ? അതെ, ഇന്നെനിക്ക് വേണം. പക്ഷേ നിശ്ചയമായും ഞാനിത് ശാസ്ത്രീയ പരീക്ഷണത്തിന് നൽകും. അത് അങ്ങനെ തന്നെ കൊടുക്കണമെന്നില്ല. ഇത് ഹാർവെസ്റ്റ് ചെയ്ത് ആവശ്യമുള്ള അവയവം മാത്രം എടുത്താൽ മതി. എൻ്റെ മകൾ ഒരു ഹിന്ദുവാദിയാണെന്നിരിക്കട്ടെ, ഞാൻ അവളെ തടയില്ല. അവളൊരു യുക്തിവാദിയാണെന്നിരിക്കട്ടെ, അപ്പോഴും തടയില്ല. ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഇസ്ലാമോ ബുദ്ധിസ്റ്റോ എന്തും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവൾക്കുണ്ട്. എൻ്റെ ശരീരം ശേഷക്രിയയ്ക്ക് വേണമെന്ന് അവൾ ശഠിച്ചാൽ ആവശ്യം കഴിഞ്ഞുള്ള അവയവങ്ങൾ ചടങ്ങിന് ഉപയോഗിക്കാൻ ഞാൻ അവളോട് അപേക്ഷിക്കും. എനിക്ക് എല്ലാ പേരോടും ദയ കാണിക്കണം. ബാക്കിയുള്ളവരോടെല്ലാം കരുണ കാണിച്ചിട്ട് ദാനം ചെയ്തിട്ട് എൻ്റെ മകളെ മാത്രം ദ്രോഹിച്ചാൽ അത് ശരിയല്ല. പക്ഷേ എൻ്റെ മകൾ എൻ്റെ പാത തന്നെ പിന്തുടരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ ഇൻ്റർവ്യൂവിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ശരീരത്തിൽ 50 മീറ്റർ തോലുണ്ടെന്ന് എനിക്കറിയാം.
50 മീറ്റർ തൊലിയുണ്ടെന്നാണ് പറഞ്ഞത് ഒരു മനുഷ്യ ശരീരത്തിൽ. 10 കുഷ്ഠരോഗികൾക്ക് അതുകൊണ്ട് ചെരുപ്പുണ്ടാക്കി ധരിച്ചാൽ ആയുസ് നീട്ടിക്കിട്ടുമെങ്കിൽ അത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ ബോഡിയിൽ ആ തൊലി മുഴുവൻ അവർക്ക് ചെരുപ്പുണ്ടാക്കാൻ എടുത്തോട്ടെ, അവരൊരു 10 വർഷം കൂടെ ജീവിക്കുമെങ്കിൽ ആ 10 കുഷ്ഠരോഗികൾക്ക് ചെരുപ്പുണ്ടാക്കാനായിട്ട് എൻ്റെ തൊലി കൊടുക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്ര പോലും പ്രയോജനമില്ലാത്ത ഈ ത്വക്കിനെ പൂജിച്ചിട്ട് കുഴിച്ചിട്ടിട്ട് ചന്ദനക്കട്ടകൾ വെച്ച് ദഹിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് കേട്ട് ജനം ഇളകി. എനിക്ക് ഉപയോഗമില്ലെങ്കിൽ എൻ്റെ ലൈബ്രറി കൊണ്ട് എന്ത് പ്രയോജനം എന്നാണ് കമൽ ചോദിക്കുന്നത്. നല്ല പുസ്തകങ്ങളാണ്, അതെൻ്റെ മകൾക്കെങ്കിലും കൊടുക്കണ്ടേ? അവൾക്കത് വേണ്ടെങ്കിൽ അത് ആവശ്യമുള്ള ആർക്കെങ്കിലും കൊടുക്കണ്ടേ? അതുപോലെയല്ലേ നമ്മുടെ ശരീരവും? അസ്ഥിയും മാംസവും ഉപയോഗിക്കണമെന്ന് ഹിറ്റ്ലർ പറഞ്ഞില്ലേ? അതൊരു സ്വേച്ഛാധിപതി തന്നെ പറയണമെന്നുണ്ടോ? മനുഷ്യസ്നേഹിയായ എനിക്ക് തന്നെ അത് ചെയ്തുകൂടെ? ഞാൻ തർക്കിക്കാൻ പറയുന്നതല്ല. സത്യത്തിൽ ഈ ത്വക്ക് എന്തെങ്കിലും ഉപയോഗത്തിനെടുക്കണമെന്ന് ഞാൻ പറയുന്നതിൽ എന്താണ് തെറ്റ്? ഇതല്ലേ എൻ്റെ സ്വർഗം? ഇത് അലങ്കരിക്കുക, ഈ സ്വർഗത്തെ, അതായത് ഈ ഭൂമിയെ അലങ്കരിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഭൂമിയെ മനോഹരമാക്കുക എന്ന് അദ്ദേഹം പറയുന്നു. അതിനെൻ്റെ ശേഷിപ്പുകൾ ഉപയോഗപ്പെടുമെങ്കിൽ അതിലും വലിയ സ്വർഗം വേറെ എന്താണുള്ളത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. വിശേഷിച്ചും മറ്റൊരു സ്വർഗമില്ലാത്ത ഒരാൾക്ക് അല്ലേ എന്നായി നമ്മുടെ ഷാജികുമാർ. കാരണം ഇദ്ദേഹം സ്വർഗവും നരകവും ഒന്നും വിശ്വസിക്കുന്ന ആളല്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ്, വിശേഷിച്ച് മറ്റൊരു സ്വർഗമില്ലാത്ത ഒരാൾക്ക് അല്ലേ? അതെ, വേറെ ഇല്ല. അങ്ങനെ ഒരു നരകം കാണുകയാണെങ്കിൽ ഞാനത് മാറ്റാൻ ശ്രമിക്കും. കാരണം എൻ്റെ നരകവും സ്വർഗവും ഇത് തന്നെയാണ്. ഇത് നരകമായി തീരാതിരിക്കാൻ ഞാൻ എന്ത് പ്രയത്നവും ചെയ്യും. അതാണ് എൻ്റെ ചിന്ത. അതുകൊണ്ടാണ് ഞാൻ കൂട്ടുകാരെ സ്നേഹിക്കുന്നത്, മനുഷ്യരെ സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഭാഷയുടെ അതിർത്തികളെ വെറുക്കുന്നത്, ദേശത്തിൻ്റെ അതിർത്തികളെ വെറുക്കുന്നത്. പാകിസ്ഥാനികളും അഫ്ഗാനിസ്ഥാനികളും നമ്മുടെ ശത്രുക്കളാണെന്ന് പറയുന്നത് ഞാൻ എതിർക്കുന്നത് അതുകൊണ്ടാണ്. എൻ്റെ മഹത്തായ സ്വപ്നം കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് മൊറോക്കയിൽ ചെന്നെത്തി അവിടെ നിന്ന് യൂറോപ്പിലേക്ക് പോകുന്ന സിൽക്ക് റൂട്ടാണ്. ചുരുങ്ങിയ പക്ഷം ശ്രുതിയുടെ മക്കളെങ്കിലും ആ റൂട്ടിലൂടെ സഞ്ചരിക്കണം. അതായത് വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞെങ്കിലും ആ റൂട്ടിലൂടെ സഞ്ചരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ലാൻഡ് മൈൻ ഇല്ലാതെ, മെഷീൻ ഗൺ ഇല്ലാതെ ഖൈബർ ചുരം വഴി അവർ യമനിൽ പോകണം. ടർക്കി വഴി റോഡ് മാർഗം യൂറോപ്പിലെത്തണം. അതാണ് മന്ഥൻ, അതാണ് മേരു, പർവ്വതവും വാസുകിയും. സിൽക്ക് റൂട്ടാണ് സർപ്പം, ഹിമാലയമാണ് കടകോൽ, സപ്തസമുദ്രങ്ങളാണ് പാൽക്കടൽ. അല്ലാതെ ഒരു ദൈവവും വന്ന് ഒന്നും ചെയ്യില്ല, നമ്മളാണ് ചെയ്യേണ്ടത്. വാസുകിയാണ് എനിക്ക് സിൽക്ക് റൂട്ട് എന്ന് പറഞ്ഞാണ് കമൽഹാസൻ ഷാജികുമാറിന് മാതൃഭൂമിക്ക് വേണ്ടിയുള്ള അഭിമുഖം അവസാനിപ്പിച്ചത്. ചിലപ്പോൾ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ പകുതിയും നമുക്ക് ഒറ്റ തവണ കേട്ടാൽ ഈ പറഞ്ഞതിൻ്റെയൊക്കെ പൊരുൾ മനസ്സിലാവണമെന്നില്ല. അത്രയും അർത്ഥവത്തായ വരികൾ വെച്ചാണ് ഈ സിൽക്ക് റൂട്ട് അടക്കം എല്ലാം കമൽ സംസാരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരം, അതിലെ അവയവങ്ങളെല്ലാം ആവശ്യക്കാർക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളത് വെച്ച് ഹിന്ദുവായിട്ടോ ക്രിസ്ത്യാനിയായിട്ടോ മുസൽമാനായിട്ടോ ഏത് മതത്തിൽ അപ്പോൾ ശ്രുതി വിശ്വസിക്കുന്നോ ആ മതാചാരപ്രകാരം നടത്തിക്കൊള്ളൂ, ഇതൊന്നുമില്ല, മെഡിക്കൽ കോളേജിലെ പിള്ളേർക്ക് പഠിക്കാനാണെങ്കിൽ അങ്ങനെ കൊടുത്തോളൂ എന്ന് പറയുന്ന കമലിൻ്റെ ഈ രണ്ടാം ഭാഗത്തെ ഇൻ്റർവ്യൂ ഒരു തവണ കൂടി കണ്ടാലേ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ നിരവധി പ്രാവശ്യം വായിച്ച ശേഷമാണ് ഈ അഭിമുഖത്തിന് വേണ്ടി ഇതിൻ്റെ കോട്ടിങ്ങുകളെല്ലാം എഴുതിയെടുത്തത്. എന്തായാലും എന്താ പറയുക, ഇന്ത്യൻ സിനിമ കണ്ട ഇതുപോലുള്ളൊരു ഷോമാൻ, ഇപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ പോസ്റ്ററിന് വേണ്ടി സ്റ്റില്ലെടുക്കുമ്പോൾ കാർത്തികയെ തല്ലിയെന്ന് പറഞ്ഞ പോലെ ഒരുപാട് കുഴപ്പങ്ങൾ കമൽഹാസൻ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ സിനിമയുടെ ആ പ്രോഡക്റ്റിന് വേണ്ടി മാത്രമുള്ള അദമ്യമായ അടങ്ങാത്ത ആഗ്രഹം കൊണ്ടാണ് അദ്ദേഹം അതൊക്കെ ചെയ്യുന്നത്. എന്തായാലും അദ്ദേഹം ജന്മം കൊണ്ട് തമിഴനാണെങ്കിൽ പോലും കർമ്മം കൊണ്ട് പകുതി മലയാളിയാണ്. മലയാളത്തെ എത്രയും സ്നേഹിക്കുന്നൊരു മനുഷ്യൻ. ഒരുപാട് കാലം, ഇപ്പോൾ 70 വയസ്സായി അദ്ദേഹം, ഇനിയും ഒരു എന്താ പറയുക, ഇതുവരെ ജീവിച്ചതിൻ്റെ പകുതി കാലഘട്ടം കൂടിയെങ്കിലും സിനിമാ ലോകത്തുണ്ടാകട്ടെ, ആരോഗ്യത്തോടെ വ്യത്യസ്തമായ നിരവധി കഥാപാത്രങ്ങൾ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമയും ഒരു വലിയ സംഭവമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. ഇപ്പോൾ കൽക്കി എന്ന് പറഞ്ഞ പടത്തിൽ അദ്ദേഹം വില്ലനാണ്. ഉള്ളതോ ശരിയോ കള്ളമെന്ന് എനിക്കറിയില്ല. 100 കോടി രൂപയാണ് അദ്ദേഹം പ്രതിഫലം വാങ്ങിച്ചെന്ന് പറയുന്നു ആ വില്ലൻ വേഷം ചെയ്യാൻ. പക്ഷേ കൽക്കിയുടെ അവസാനമാണല്ലോ കമൽഹാസൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗത്തിലാണ് കമൽഹാസൻ്റെ പ്രകടനം എല്ലാം വരുന്നത്.
അതിന് 100 കോടി രൂപ വാങ്ങിയെന്ന് പറയുന്നു. എന്തൊക്കെ പറഞ്ഞാലും ശരി, കിട്ടുന്ന കാശും കടവും എല്ലാം വാങ്ങി സിനിമകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന, പരീക്ഷണ സിനിമകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന കമൽഹാസനെ പോലെ, കമലിനെ പോലെ ഇന്നയാൾ എന്ന് പറയാൻ നമ്മുടെ മലയാള സിനിമയിൽ ആരുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രിയപ്പെട്ട കമൽഹാസന് അദ്ദേഹത്തെ ചിരിക്കുക, അല്ലെങ്കിൽ ആ ഇളയരാജയുടെ സ്റ്റേജിൽ നിന്ന് പാടുന്ന കേൾക്കണം. ഇപ്പോൾ കൺമണി എന്നുള്ള ആ പാട്ട് അദ്ദേഹത്തിൻ്റെ ആ പരുക്ക് ശബ്ദത്തിൽ പാടുന്ന കേൾക്കണം. എനിക്ക് എന്താ പറയുക, എത്ര പ്രാവശ്യം കേട്ടാലും മതി വരാത്തതാണ്. ഞാൻ ആ വീഡിയോ കൂടെ രാത്രി ഇരുന്ന് കേൾക്കും എഴുതുന്നതിനിടയിൽ. കമൽഹാസൻ എന്ന് പറഞ്ഞ ഐതിഹാസികമായ ഒരു പ്രസ്ഥാനം എന്ന് പറയാവുന്ന കമൽഹാസന് ആയുസ്സും ആരോഗ്യവും ഒരു വ്യാഴവട്ടക്കാലം കൂടി മലയാള സിനിമ ഇനി അദ്ദേഹം ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം നമുക്ക് താങ്ങൂല, 100-150 കോടിയൊക്കെ കൊടുത്ത് കൊണ്ടുവരാൻ പറ്റില്ല. എന്നാലും കുഴപ്പമില്ല, അദ്ദേഹം തമിഴിൽ ചെയ്യട്ടെ, നമുക്ക് നന്നായിട്ട് അത് ആസ്വദിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും അദ്ദേഹവും ഞാനും വിശ്വസിക്കാത്ത, ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത, രണ്ടുപേരും കണ്ടിട്ടില്ലാത്ത ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.